ഈസ്റ്റർ ദിനത്തിൽ നിരവധി ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് യഥാർത്ഥമായ ക്രിസ്തീയ സ്നേഹം പങ്കുവയ്ക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും പാസ്റ്റർ മനോജ് മാത്യു. പാസ്റ്റർ മനോജ് മാത്യുവിനെ എനിക്ക് ചില ദീർഘവർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം 2002 മുതൽ ആന്ധ്രാപ്രദേശിൽ താമസിച്ചുകൊണ്ട് ചേരി പ്രദേശങ്ങളിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ആന്ധ്രാപ്രദേശിൽ കടന്നുപോയി 3 ആഴ്ചയോളം അവിടെ താമസിച്ചു. പാസ്റ്റർ മനോജ് മാത്യുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണുവാനും അദ്ദേഹത്തിൻ്റെ പല മിഷൻ ഫീൽഡുകളിൽ പോകുവാനും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ ഈസ്റ്റർ ദിനത്തിൽ നിരവധി ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ച് അത് പാക്കറ്റിലാക്കി അദ്ദേഹം കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു അവസ്ഥ, അവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ ഇറാൻ വാറുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഇതിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ബ്ലാക്കിലൊക്കെ ഗ്യാസ് എടുത്തുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ 4000 രൂപ 5000 രൂപയ്ക്കാണ് ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില. അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളുടെ വില കൂടി. ഈ സന്ദർഭങ്ങളിൽ ഭക്ഷണം വാങ്ങിച്ച് ഓരോ വ്യക്തികളുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതായത് രോഗികളായിട്ടുള്ളവർ, അത് അവിടെ തന്നെ റോഡ് സൈഡിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ. ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നിരവധി രോഗികൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മരുന്ന് വാങ്ങിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ചില ആളുകൾ അദ്ദേഹത്തെ സഹായിക്കും. എന്നാൽ അതിൽ കൂടുതൽ പാർട്ട് ടൈമായിട്ട് അവിടെയുള്ള ചില സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അതായത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ചാണ് ഇദ്ദേഹം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എനിക്കത് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ അവിടെ പോവുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേണം. ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളായിത്തീരണം. എന്നോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, സാറേ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ ആന്ധ്രാപ്രദേശിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്ത് ഒരുപാട് ഭിക്ഷ യാചിക്കുന്ന ആളുകളുണ്ട്, മാനസിക പ്രശ്നമുള്ളവരുണ്ട്. ഇവരൊക്കെ വർഷങ്ങളായി ഇങ്ങനെ റോട്ടിൽ കൂടെ അലഞ്ഞു നടക്കുകയാണ്. അവർക്കൊരു നല്ല വസ്ത്രമില്ല, അവരുടെ തലമുടി വെട്ടാൻ ആരുമില്ല, അവരുടെ താടി മുടിയൊക്കെ വെട്ടാൻ ആരുമില്ല, അവരെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ തലമുടി വെട്ടി താടിയൊക്കെ വെട്ടി അവരെ കുളിപ്പിച്ച് അവർക്കൊരു നല്ല വസ്ത്രം വാങ്ങിച്ച് കൊടുക്കണം, ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം, നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നാൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലേക്കൊക്കെ കടന്നു ചെന്നാൽ നിരവധി രോഗികളും പല ആളുകളെയും മാതാപിതാക്കൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിക്കുകയും ചെയ്തവരൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ നടന്നൊരു സംഭവം ഞാനവിടെ ഉള്ളപ്പോഴാണ്. അവിടെ ഒരു വ്യക്തി മരിച്ചു. അദ്ദേഹത്തിനൊരു മാരകമായ രോഗമായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഈ മരണപ്പെട്ട ഈ വ്യക്തിയുടെ ബോഡി ഏറ്റെടുക്കാൻ അവരുടെ വീട്ടുകാർ തയ്യാറായില്ല. ഇതിനെ സംസ്കരിക്കണം, ഇതിനെന്ത് ചെയ്യും? അപ്പോൾ ഒരു സംഘടന വന്ന് പറഞ്ഞു, 15000 രൂപ തരാമെങ്കിൽ ഞങ്ങൾ ഈ ബോഡി ഏറ്റെടുക്കാം, എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്തോളാം. അപ്പോൾ പല
രോഗികളും മരണപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ആ ബോഡി കൊണ്ടുപോയി ഒന്ന് കുഴിച്ചിടാൻ പോലും അവിടെ പല സംഘടനകളും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അപ്പം ഇങ്ങനെ ചില സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ഈ മനോജ് മാത്യു പാസ്റ്ററിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ മരിച്ച ചെറുപ്പക്കാരനെ കൊണ്ട് മറവ് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഞാൻ പലപ്പോഴും ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് ആ പ്രദേശത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ, അവരെ സഹായിക്കുവാനും അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വളരെ ചെറിയ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അതിന് വാടക കൊടുക്കണം. അതുമാത്രമല്ല, മറ്റ് ഫെസിലിറ്റികളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ എത്രയോ ക്രൈസ്തവ സംഘടനകൾ കോടിക്കണക്കിന് രൂപ പുട്ടടിച്ച് തീർക്കുകയാണ് യാത്രാ ചെലവ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഫസ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, തേർഡ് AC യാത്ര ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ പറഞ്ഞില്ല, ഞാൻ സെക്കൻഡ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ അതും ഒരു സുവിശേഷകനാണ്, കാശുണ്ട്, അതുകൊണ്ട് തേർഡ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ തേർഡ് AC പോവില്ല. ഒന്നെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC പോകണം, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് AC പോകണം. ഇതാണ് നമ്മുടെ പല സുവിശേഷകന്മാരുടെയും അവസ്ഥ. പണം ദൂർത്തടിച്ച് തീർക്കുകയാണ്. ഇവിടെ ഭയങ്കര പ്രവർത്തനമാണെന്ന് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ, വെറും റിപ്പോർട്ട്. അപ്പം ഒരു പേപ്പർ എടുക്കുന്നു, റിപ്പോർട്ട് ഇടുന്നു, 10,000 പേർക്ക് ഇത് ചെയ്തു, 1000 പേർക്ക് ഇത് ചെയ്തു. ഇവിടെ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതുപോലെ തങ്ങൾ പണിയെടുത്ത് തങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. എനിക്ക് വലിയ സങ്കടം തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ എന്ന് പറയുന്നത്, നമ്മൾ പറയാം ജാമ്പവാൻ്റെ കാലത്ത് മേടിക്കാമെന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ മൊബൈൽ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിനൊക്കെ ഒരു നല്ല ഫോൺ മേടിച്ചു കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, പണിയെടുത്ത് മേടിക്കാം. പക്ഷേ ആ പണിയെടുത്ത് കിട്ടുന്ന പൈസ ഈ ആശുപത്രിയിൽ ഒന്ന് സന്ദർശിച്ച് വരുമ്പോഴത്തേക്കും പലരും കഞ്ഞി കുടിച്ചിട്ട് ദിവസങ്ങളായി. അവരെ കാണുമ്പം ഭക്ഷണം മേടിച്ചു കൊള്ളണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നിരവധി ആളുകൾക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അത്തെ കയറ്റി ഈ പ്രദേശങ്ങളിലെല്ലാം കൊണ്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിരവധി ആളുകൾ കൊണ്ട് കൊടുത്തു. ചില ആളുകൾ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരും വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ റോഡ് സൈഡിൽ കിടക്കുകയാണ്. അവർക്കൊരു കൊതുക് വല, അവർക്ക് മരുന്നിനുള്ളൊരു അല്പം പൈസ, അല്ലെങ്കിൽ അവർക്കൊരു കുപ്പി വെള്ളം കൊണ്ടു കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. നിരവധി പേർക്ക് കൊതുകുവല മേടിച്ചു കൊടുത്തു, നിരവധി പേർക്ക് വെള്ളം കൊടുക്കുന്നു, ചായ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു, അതുപോലെ ചെറിയ ചെറിയ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇത് മനസാക്ഷിയുള്ളവർ ചെയ്തു പോകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും അവരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പോയി കണ്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആരെ സഹായിച്ചാലും അതൊരു ചെറിയ തുകയാണെങ്കിലും അത് കൃത്യം മാസം കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കാരണം ഒരാൾ പറയാണ്, ഞാൻ താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു 1000 രൂപ തരാം. ആ 1000 രൂപ തരാം എന്ന് പറയുമ്പോൾ അത് റെഗുലറായിട്ട് ലഭിക്കുകയാണെങ്കിൽ പല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 1000 ആയിക്കൊള്ളട്ടെ, 100 ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം സഹായിക്കുമ്പോൾ
എല്ലാ മാസം കൃത്യം 5-ാം തീയതിയോ 2-ാം തീയതിയോ ഒരു ഡേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ ആന്ധ്രാപ്രദേശിലെ ഈ ഓങ്കോളിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിലെ പുറത്ത് നിരവധി രോഗികൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അശരണരായിട്ടുള്ളവരുണ്ട്. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചില കഞ്ഞിയും പയറും കൊടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു, ഞങ്ങളൊക്കെ പണ്ട് ഈ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, കഞ്ഞി പയറും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം ഒരു കഞ്ഞിയും പയറും കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചോറും ഒരു സാമ്പാറും ഒരു തോരനും ഒരു അച്ചാറും, കൂടുതലൊന്നും വേണ്ട. മനുഷ്യന് വിശക്കുന്നതിനാണ് ആഹാരം, അല്ലാതെ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും വേണ്ട. ഒരു ചോറ്, ഒരു സാമ്പാർ, ഒരു തോരൻ, ഒരച്ചാർ, പിന്നെ ഒരു കുപ്പി വെള്ളം, ഇത്രയും ഒരു 100 പേർക്ക് അല്ലെങ്കിൽ ഒരു 200 പേർക്ക് എല്ലാ ആഴ്ചയിലും കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അതിന് പണം വേണം. അപ്പോൾ പല ആളുകളും പറയും, ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവന്മാരെല്ലാം അടിച്ചു മാറ്റുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പാസ്റ്റർ മനോജ് മാത്യു അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് 40 വർഷമായിട്ടൊരു സുവിശേഷ പ്രവർത്തകനായിരുന്നു, ഒരു ഉപദേശിയുടെ മകനാണ് ഇദ്ദേഹം. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലാണ്. ഇങ്ങനെ ഈ ദരിദ്രരായിട്ടുള്ളവരുടെ അടുത്ത് പോകാനും രോഗികളായിട്ടുള്ളവരുടെ അടുത്ത് പോകാനും അവരുടെ തലമുടി വെട്ടാനും അവരുടെ തടിയും മുടിയും ഒക്കെ വെട്ടാനും അവരെ കുളിപ്പിക്കാനും അവർക്കൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാനും ഒക്കെ മനസ്സുള്ള ആളുകളെ കണ്ടെത്തുന്നത് വലിയ പ്രയാസമാണ്. നമ്മുടെ പല പാസ്റ്റർമാർ AC വണ്ടിയിലെ യാത്ര ചെയ്യുള്ളൂ, AC ഹാളിലെ മീറ്റിംഗ് നടത്തുകയുള്ളൂ. ആർക്കും ഒരു 5 പൈസയുടെ ഉപകാരം ഇവരാരും ചെയ്യല്ല. എന്നാൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി കാണണം. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ കഴിവുള്ള ആളുകൾ ഇത്തരം മിനിസ്റ്ററിയെ നിങ്ങൾ സഹായിക്കണം. ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ നിങ്ങൾ വിളിക്കണം. എന്നിട്ട് അവരോട് ഒരു ദീർഘസമയം ഒരല്പസമയം സംസാരിക്കണം. പാസ്റ്ററെ, താങ്കളുടെ പ്രവർത്തനം എങ്ങനെ പോകുന്നു? എന്തൊക്കെ ആവശ്യകതകളാണ് താങ്കൾക്കുള്ളത്? എത്ര രൂപ കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം അവിടെ ആശുപത്രി കൊടുക്കാൻ പറ്റും? ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുക്കുകയല്ല, മറിച്ച് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ അവരോടൊന്ന് ചോദിച്ച് നിങ്ങളുടെ ആവശ്യകത എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യകതയുണ്ട്, എത്രയോ പണം, ലക്ഷക്കണക്കിന് രൂപ ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. വാഹനങ്ങൾ വാങ്ങിക്കുന്നു, വലിയ വീടുകൾ വയ്ക്കുന്നു, എത്ര കോടിക്കണക്കിന് രൂപയുടെ വീട് വെക്കുന്നു. പല ആളുകളും 2, 3, 4 കോടി രൂപയുടെ വീടുകളൊക്കെ വെക്കുന്നു. പക്ഷേ അതോടൊപ്പം ഇതെല്ലാം ഒരു കാലത്ത് ഉപേക്ഷിച്ചിട്ട് ഒരു പെട്ടിയിലായി ഇവിടുന്ന് പോകും നമ്മളെല്ലാം. ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. ചാകുന്നതിന് ചാകാൻ കിടക്കുമ്പോഴെങ്കിലും മനസ്സിനൊരു സംതൃപ്തി വേണ്ടേ? പല ആളുകളും ചാകാറായിട്ടും അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ മേലെ ബെഡേ കിടക്കുക, ചാകുകയില്ല. ഇങ്ങനെ മക്കളെ കഷ്ടപ്പെടുത്തി അവിടെ കിടക്കുക, മരിക്കുകയില്ല. എന്താ? സമൂഹത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ചാകുമ്പോഴെങ്കിലും ഒരു മനസമാധാനത്തോടെ ചാകണമെങ്കിൽ 10 പേർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഈ ദരിദ്രരെ അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ്. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കൊടുക്കാൻ, ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ സഹായിക്കുകയും ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവർ സമൂഹത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യും.